JSK സിനിമയ്ക്ക് സെൻസർ ബോർഡ് കത്രിക വെച്ചതിന് പിന്നാലെ അന്നത് വലിയ വിവാദമായി ഹൈക്കോടതിയെ വരെ സമീപിക്കേണ്ടി വന്നു. അതിന് പിന്നാലെ മറ്റൊരു ചിത്രത്തിനും കൂടി ഇപ്പോൾ സെൻസർ ബോർഡ് കത്രിക വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാതാക്കൾക്കും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഷെയ്ൻ നിഗം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഹാൽ എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ സെൻസർ ബോർഡ് വീണ്ടും കത്രിക വെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഏതാണ്ട് 20ഓളം ഭാഗങ്ങൾ വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന നിലപാടിലാണ് സെൻസർ ബോർഡ്. വിഷയത്തിൽ അവർ ഉൾക്കൊള്ളുന്ന സിനിമാ സംഘടനകൾ അവരുടെ നിലപാട് പ്രധാനമാണ്. ഈ ഘട്ടത്തിൽ ഫെഫ്ക അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഫെഫ്കയുടെ പ്രസിഡന്റും മുതിർന്ന സംവിധായകനുമായ സിബി മലയിൽ ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ ഫെഫ്കയുടെ ഒരു നിലപാട് എന്താണ്? ഇല്ല, ഇത് JSKയുടെ വിഷയത്തിലുണ്ടായ അതേ നിലപാട് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ നടത്തപ്പെടുന്ന ഇത്തരം നിയന്ത്രണങ്ങൾ എല്ലാവരെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് JSKക്ക് സംഭവിച്ചെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അതും മലയാളത്തിൽ തന്നെ സംഭവിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് നേരെ മാത്രം ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളതും ആശങ്കപ്പെടുന്ന കാര്യമാണ്. ഇത് റീജിയണൽ സെൻസർ ബോർഡ് US സർട്ടിഫിക്കറ്റ് നൽകി 2-3 കട്ടുകളോ മ്യൂട്ടോ ഒക്കെ ഉൾപ്പെടെ അംഗീകരിച്ച ഒരു ചിത്രമാണ് കേന്ദ്ര സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന് മുമ്പിലേക്ക് എത്തുമ്പോൾ സിനോപ്സിസ് വായിച്ചിട്ടും മാത്രം, അതിൻ്റെ കഥാചുരുക്കം മാത്രം വായിച്ച ശേഷം അതിന് അനുമതി നിഷേധിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് ഈ നിർമ്മാതാക്കൾ കോടതിയെ സമീപിക്കുന്നത്. കോടതിയെ സമീപിച്ച ശേഷമാണ് ഇവർ ഈ സിനിമ കാണുന്നത്. അപ്പം സിനിമ കാണാതെ തന്നെ സിനിമയുടെ കഥാചുരുക്കം വായിച്ചിട്ട് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്ന സാഹചര്യം എത്തുന്നു. സിനിമ കണ്ട ശേഷം കൂടുതൽ കട്ടുകളിലേക്ക്, താങ്കൾ സൂചിപ്പിച്ച പോലെ 20ഓളം കട്ടുകൾ, ചില വാക്കുകൾ അല്ലെങ്കിൽ ചില ദൃശ്യങ്ങൾ. ഇപ്പോൾ ബീഫ് ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം പാടില്ല. സംഘം കാത്തിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്, പിന്നെ ഹോളി ഫെയ്ത്തോ ഹോളി ഫാമിലിയോ എന്ന് പറയുന്ന ഒരു ബസ്സിൻ്റെ ബോർഡ്, താമരശ്ശേരി ബിഷപ്പ് ഹൗസ് എന്ന ബോർഡ്, ഇതൊക്കെയും ഇത്തരത്തിൽ അങ്ങനെ 10-20ഓളം വാക്കുകൾ, ദൃശ്യങ്ങൾ, ഇതെല്ലാം മാറ്റണം എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത്. ഇപ്പം ബിഷപ്പിൻ്റെ ഒരു കഥാപാത്രത്തെ പ്രതികരിക്കുമ്പോൾ ആ ബിഷപ്പിൻ്റെ അനുമതി വാങ്ങിയോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ നമ്മളൊരു സിനിമയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിയോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ തമാശയാണത്. ഇതിപ്പം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക, സിനിമ എടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി നമുക്കൊരു അവരുടെ നിർദ്ദേശങ്ങൾ, ഇന്ന വാക്കുകൾ ഈ സിനിമയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതേ കാണിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു രേഖാമൂലം നമ്മളെ അറിയിച്ചാൽ നമുക്ക് സിനിമ എടുക്കുന്നതിന് മുമ്പേ ഈ വാക്കുകൾ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ സിനിമ എടുക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ സിനിമ, പ്രത്യേകിച്ചും മലയാള സിനിമ കടന്നു പോകുന്നത്. സെൻസർ ബോർഡ് ഇത്തരത്തിലുള്ള നിലപാട് പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കെതിരെ മാത്രമാണ്. അതാണ് ഇപ്പോൾ സാർ സൂചിപ്പിച്ചത് തന്നെ. എന്തുകൊണ്ടാണ് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഉന്നത സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി ഒരുപക്ഷെ അവർ ധരിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടലുകളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനൊരു JSKയുടെ വിഷയത്തിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടുത്തെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുമ്പിൽ ഇൻഡസ്ട്രി മുഴുവനായി ചേർന്നൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചതാണ്. അതിനുശേഷം ഇൻഡസ്ട്രിയുടെ എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ഒരു നിവേദനം, ഈ വിഷയമായി സംബന്ധിച്ചൊരു നിവേദനം കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് നൽകിയതാണ്. മലയാള സിനിമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുരേഷ് കുമാർ തന്നെയാണ് അത് അവിടെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവോടെ പോയി അത് കൊടുത്തതും. പക്ഷേ അതൊന്നും മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഒരു റീജിയണൽ ബോർഡുകൾ എന്തിനാണ്? റീജിയണൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡുകൾക്കൊരു പ്രസക്തിയില്ല. അവരുടെ തീരുമാനങ്ങളെ മറികടക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എപ്പോഴും ഒരു ഡെമോക്രസിൻ്റെ വാളായിട്ടിങ്ങനെ മുകളിൽ ഈ ഒരു കേന്ദ്ര ബോർഡ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നാൽ പിന്നെ എല്ലാ സിനിമകളും ബോംബെക്ക് തന്നെ അയച്ച് അവർ തന്നെ കണ്ട് അവർ തന്നെ തീരുമാനങ്ങളെടുത്ത് അയക്കുന്നതായിരിക്കില്ല നല്ലത്. 2 ഘട്ടങ്ങളോട് ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസർ ഇനി നമ്മളെ കാശപ്പെടുന്ന ഈ സിനിമ എടുക്കുന്ന ബഡ്ജറ്റിനകത്ത്
കോടതി വ്യവഹാരങ്ങൾക്കുള്ള ചിലവും കൂടെ ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരിക. കാരണം ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കേസിൻ്റെയും. നമ്മളൊരു സിനിമ എടുത്ത് പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തിക്കാൻ അതിന് മുമ്പിൽ ഉണ്ടാകുന്ന എഫേർട്ടുകൾ, അധ്വാനങ്ങൾ, പണം മുടക്ക്, ഇതൊക്കെയും കഴിഞ്ഞിട്ട് അവസാനം അത് തിയേറ്ററിലെത്തണമെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കടമ്പകളിലൂടെ പ്രതികൂലമായ ഇടപെടലുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തുകയാണ് ഒരു നിർമ്മാതാവ്, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും JSK ആണെങ്കിലും അതൊക്കെ ഈ സമീപകാലത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങ് മുതിർന്ന സംവിധാനമാണ്, ഏറെ നാളുകളായിട്ട് ഈ രംഗത്തിലാണ്, പതിറ്റാണ്ടുകളായിട്ട് സിനിമ എടുക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും കാലത്ത് അങ്ങേക്കോ അങ്ങയുടെ കാലത്തോ ഉണ്ടായിരുന്നവർക്കോ ഇത്തരത്തിലുള്ള അനുഭവം മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള എന്താണ് ഈ പ്രത്യേക വാക്കുകളുടെയോ പ്രത്യേക ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും വളരെ സാധാരണമായി കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അസാധാരണമാകുന്നു നമ്മളെ ബോധ്യപ്പെടും. ഇതൊന്നും നിഷിദ്ധമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് എൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കൊത്ത് എന്ന സിനിമയിൽ സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അതൊരു പൊളിറ്റിക്കൽ, കേരളത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻസർ ബോർഡ് അവർ പടം കണ്ടു കഴിഞ്ഞ് അകത്തേക്ക് എന്നെ വിളിക്കുമ്പോൾ അവർ അതിലുണ്ടായിരുന്ന അഞ്ചംഗങ്ങളിൽ 4 പേരും അനുകൂലമായ റിപ്പോർട്ട് നൽകുമ്പോൾ അതിലൊരാൾ ഒരു വ്യക്തി, ഒരു സ്ത്രീയാണ്. അവർ ഇതേപോലെ തന്നെ നിർബന്ധിക്കുന്നു. ഈ കയ്യിൽ ചുവപ്പ് ചരട് കെട്ടിയ രാഖി കെട്ടിയ ഒരു സംഘം ആൾക്കാർ നടന്നു പോകുന്നത് ഒരു ജാഥ മറ്റുമാണ്, അത് മുഴുവൻ ബ്ലേഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം അതൊരു പ്രായോഗികമായ കാര്യമല്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എത്രയോ പേരെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിചിത വലയത്തിലുള്ള എത്ര പേര് രാഖി കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. അത് അവരുടെ വിശ്വാസവും അവരുടെ താല്പര്യങ്ങളും അവരുടെ സ്വാതന്ത്ര്യവുമാണ്. അതിനൊന്നും നമ്മുടെ സിനിമയിലൊരു കഥാപാത്രം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു പരിശോധനയിലെ സിനിമയിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണുന്ന ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മലയാള സിനിമ കുറച്ചും കൂടെ യാഥാർത്ഥ്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന സിനിമകൾ എടുക്കുക, കുറച്ചും കൂടെ സെൻസിറ്റീവായിട്ടുള്ള സെൻസിബിളായിട്ടുള്ള സിനിമകൾ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം സാമൂഹ്യ വിഷയങ്ങളെയൊക്കെ നമ്മുടെ സിനിമയുടെ ഭാഗമായിട്ട് അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇത് അവരെ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരോടുള്ള അമിതമായ യജമാന ഭക്തി കാണിക്കുന്ന ആൾക്കാരുടെ ഇടപെടലാണ്, ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് ഇതിന്. അല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. കാരണം ഒരിക്കൽ പറഞ്ഞതാണ്, വീണ്ടും അതേ സംഭവം സംഭവിക്കുന്നു. ഇനി എന്താണ് ഇനി വരാൻ പോകുന്ന സിനിമകളിലെ പേരുകൾ, സിനിമയ്ക്കിടുന്ന പേരുകൾ, കഥാപാത്രങ്ങൾക്കിടുന്ന പേരുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കഥ എഴുതുമ്പോൾ തൊട്ട് ചിന്തിച്ചു തുടങ്ങേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പം ഈ പലതിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ JSK ആണെങ്കിലും അതിൻ്റെ പേര് മാറ്റേണ്ടി വന്നു. അവർ കുറേ കാലം കോടതിയിൽ ഇത് വന്നപ്പോൾ അവസാനം അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം വന്നു. അത് ഒരു കീഴ്വഴക്കായി മാറുമോ? ഇനിയിപ്പോൾ ഇതിലും അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പണം മുടക്കിയിട്ട് ഒരാൾ നിൽക്കുകയാണ്. അയാൾക്ക് പിന്നെ ഗതികേടിൻ്റെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ്റെ ഗതികേടിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലാണ് ഇതൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു അല്ലാതെ വേറെ എന്ത് ചെയ്യും? നമുക്ക് അതിനുള്ള നമുക്ക് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്താണ്. ഇയാൾക്ക് ഇത്രയും പണം മുടക്കി അയാൾ അതിന് ഇൻഡസ്ട്രീനൊക്കെ എടുത്ത വലിയ തുകയായിരിക്കാം. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും ഇയാളുടെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയും ഇതെങ്ങനെയെങ്കിലും ഒന്ന് തിയേറ്ററിൽ എത്തിച്ച് അതിൽ നിന്നുള്ള റിട്ടേൺസ് കിട്ടാതെ ഇയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം എന്ത് പറഞ്ഞാലും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് അത്തരം നമ്മുടെ ഗതികേടുകളെയാണ് ഇവർ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം എന്തെങ്കിലും ആകട്ടെ, അതില്ലെങ്കിൽ അതില്ല എന്ന് പറയും. അപ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മളൊരു കഥയെ പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് നിർമ്മാതാവിനെ മാത്രമല്ല ഫിലിം മേക്കറെ കൂടെ എല്ലാ രീതിയിലും ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും ഹാൽ സിനിമ ഹൈക്കോടതിയിൽ വരികയാണ്, ഈ 14-ാം തീയതി പരിഗണിക്കും. അപ്പോൾ അവരുടെ ഈ നിയമ പോരാട്ടത്തിന് ഫെഫ്കയുടെ ഒരു പിന്തുണ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അവരോടുള്ള നമ്മുടെ പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇനിയും ഭാവിയിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആശങ്ക ബന്ധപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ള ആളുകൾ എങ്ങനെയാണ് ആ ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ? ഒരിക്കൽ നമ്മളങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു റെപ്രസെൻറ്റേഷൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കൊടുത്തതാണ്.
ഇൻഡസ്ട്രി മൊത്തമായിട്ട്. ഇനിയും തുടർന്ന് വീണ്ടും അതിനും അപ്പുറത്തേക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ 1-2 ദിവസമായിട്ട് വന്നിരിക്കുന്നൊരു വിഷയമാണ്. അതിന്മേലൊരു കൂടിയാലോചനയ്ക്കുള്ള സമയം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയൊരു കൂടിയാലോചന മറ്റ് വിവിധ സംഘടനകളായിട്ട് ചേർന്നിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ശേഷം അത് അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങും. തീർച്ചയായിട്ടും ഈ ഹാൽ സിനിമ അത് സെൻസർ ബോർഡ് കത്രിക വയ്ക്കുന്നത് തീർച്ചയായും പ്രതിഷേധാർഹമായ നടപടി എന്നുള്ളത് തന്നെയാണ് പൊതുവെ സിനിമാ ലോകം വിലയിരുന്നത്. ഫെഫ്കയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അവരുടെ നിയമ പോരാട്ടത്തിന് ഉണ്ടാകും. ഭാവിയിൽ ഇത്തരം ആശങ്ക അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ള നടപടികളും ഫെഫ്ക സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രസിഡന്റ് സിബി മലയിൽ തന്നെ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചിരിക്കുകയാണ്.